ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിൽ സീക്രട്ട് ഏജൻറ്റ് സായിയുടെ വിഷമങ്ങളാണ് നന്ദനോട് തുറന്നു പറയുകയാണ്. നമ്മൾ കണ്ടതാണ് കാറ് വന്ന് ഇറങ്ങുമ്പോൾ സായി ഭയങ്കര ഹാപ്പി ആയിരുന്നു. സായി പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് കാറിൻ്റെ ടാസ്ക് ആയിരിക്കും, എന്നാൽ ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ്, അതായത് നമുക്കറിയാലോ സീക്രട്ട് ഏജൻറ്റ് എപ്പോഴും കാറിൻ്റെ അകത്തിരുന്ന് എല്ലാ സീക്രട്ടുകളും വെളിപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അഡ്വൈസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തുറന്നടിച്ച് പറയുന്ന ഒരാളാണ് സീക്രട്ട് ഏജൻറ്റ്. ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കാർ വന്നപ്പോൾ ഒരു പക്ഷേ കാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്നതാണല്ലോ, എല്ലാ നിലപാടുകളൊക്കെ തുറന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാർ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്ന ടാസ്ക് ആയിരിക്കും എന്നാണ്. അതിന് ശേഷമാണ് മനസ്സിലായത് ഫാമിലിയാണ് വന്നതെന്ന്. ഋഷിയുടെ ഫാമിലി ആയിരുന്നു, ഋഷിയുടെ അമ്മയും അനിയനുമാണ് വന്നത്. അപ്പോൾ ഇനി ഓരോരുത്തരുടെയും ഫാമിലി വരും എന്ന് മനസ്സിലായപ്പോൾ സീക്രട്ട് ഏജൻറ്റ് നന്ദനയോട് പറയുകയാണ്, ആര് വന്നാലും ശരി എൻ്റെ അച്ഛനെ മാത്രം ഇവിടെ കൊണ്ടുവരരുത്. ബിഗ് ബോസിനോട് വളരെ, അതായത് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ്. ആരെ കൊണ്ടുവന്നോ, സ്നേഹയെ കൊണ്ടുവന്നോ, എൻ്റെ അമ്മയെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ജിത്തുവിനെ കൊണ്ടുവന്നോ, ഹൾക്കിനെ കൊണ്ടുവന്നോ, അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആരെ കൊണ്ടുവന്നാലും എൻ്റെ അച്ഛനെ മാത്രം കൊണ്ടുവരരുത് എന്ന് വളരെയധികം ഇതായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പം നന്ദന പറയുന്നുണ്ട്, ഒരച്ഛനില്ലാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും, അതുകൊണ്ട് തന്നെ അച്ഛൻ വരട്ടെ, അച്ഛൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നന്ദന പറയുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നത്, എന്തിനാണ് വന്നിട്ട്, എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്ക് സംസാരിക്കേണ്ട, അച്ഛൻ വരണ്ട, അച്ഛനെ കൊണ്ടുവരരുത് എന്ന് പറയുമ്പോൾ നന്ദന പറയുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞ് അത് സോൾവ് ആക്കി കൂടെ എന്ന് നന്ദന ചോദിക്കുന്നുണ്ട്. എത്ര വലിയ ഇഷ്യൂ ആണെങ്കിലും നമ്മൾക്കത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത്. അപ്പോൾ അച്ഛൻ വരട്ടെ, അച്ഛൻ വന്ന എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് നന്ദന ഉപദേശിക്കുമ്പോഴും സായി അത് കൂട്ടാക്കുന്നില്ല. അപ്പോൾ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾക്കറിയാം സീക്രട്ട് ഏജൻറ്റ് എല്ലാ വീഡിയോസിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്ക് പോലും വളരെയധികമായ പ്രശ്നങ്ങളുണ്ട് എന്നിപ്പോൾ നന്ദനയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാളായിട്ട് നമ്മൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. എന്ത് പ്രശ്നമാണെങ്കിലും ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു പ്രശ്നം, അതായത് നമുക്കറിയാം അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബന്ധം എത്രമാത്രം വളരെ ദൃഢമായൊരു ബന്ധമാണ്. അപ്പോൾ അതിലൊരു വിള്ളലുണ്ട്. എത്ര പ്രശ്നമാണെങ്കിലും പറഞ്ഞ് പരിഹരിക്കട്ടെ. സായി ഇപ്പോൾ വിചാരിക്കുന്ന അച്ഛൻ വരരുത് എന്നാണ്. പക്ഷെ അച്ഛൻ വരട്ടെ, അച്ഛൻ വന്ന് ആ അച്ഛനും മകനുമുള്ള ആ ഒരു ബന്ധം വീണ്ടും നിലനിൽക്കട്ടെ. എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ, രക്തബന്ധമാണ്. അപ്പോൾ അച്ഛൻ വന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ. എന്താണെങ്കിലും ശരി, സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വലിയൊരു സീക്രട്ടാണ് പൊളിഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഭയങ്കര, അതായത് കാറിനകത്തിരുന്ന് സംസാരിക്കുന്നു, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ കുറേ പട്ടികളും വലിയ വീടും കാറും എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വലിയൊരു മുറിവുണ്ട്. അതായത് അച്ഛനുമായി ഇപ്പോഴും യാതൊരുവിധ ബന്ധവുമില്ല, അച്ഛനോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന്. അപ്പോൾ വലിയൊരു സീക്രട്ട് തന്നെയാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിനൊരു മറുപടിയുമായി സ്നേഹ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവരെല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആയി മാറുമായിരിക്കും. കാരണം പലരും കമൻ്റ് ഇടുന്നുണ്ട്, ഇത്തരം അച്ഛനോട് പോലും സംസാരിക്കാത്ത ആളാണോ കാറിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ചറപറ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് എല്ലാ ഫാമിലീസിനും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല, എന്ത് റീസണാണെന്ന് അറിയില്ല. എന്ത് റീസണാണെങ്കിലും അച്ഛൻ വരട്ടെ, അച്ഛൻ വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ആവട്ടെ. അതുപോലെ തന്നെ ഇതിനൊരു മറുപടിയുമായി സ്നേഹ വരും, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇതിനൊരു മറുപടി സീക്രട്ട് ഏജൻറ്റ് പ്രേക്ഷകർക്ക് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈവിൽ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സായി ആകെ ടെൻഷനിലാണ്. സായി ഇങ്ങനെ മാറിയിരുന്ന് ആലോചിക്കുന്നു, തലക്ക് കൈ കൊടുത്തിരുന്ന് ആലോചിക്കുന്നു, ഭയങ്കരമായ ഒരു ടെൻഷനിലാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരാണ് വരുന്നതെന്ന്. പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.